അങ്ങനെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീഡിയോ വിന്റർ ജാക്കറ്റ് എടുക്കാനുള്ള മോഹവുമായി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഒട്ടാവയിലേക്കാണ്. ഈ വീഡിയോ ശരിക്കും 1.5 മാസം മുമ്പ് എടുത്താണ് കേട്ടോ. ഫാളിൻ്റെ ടൈമായിരുന്നു. അന്നേരം നല്ല രസമായിരുന്നു വഴിയൊക്കെ കാണാൻ. ഒട്ടാവ പോയിട്ട് ഞങ്ങൾ വിൻ്റർ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെയാണ് പോയത്. അപ്പോൾ 2 മാസം ആകാറായി ഏകദേശം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ശരിക്കും വിൻ്ററായി. മഞ്ഞ് കൊഴിച്ചിലാണിപ്പോൾ. ഇപ്പം മഞ്ഞൊക്കെയാണ്. മൊത്തത്തിൽ ചേഞ്ചായി ക്ലൈമറ്റ് എല്ലാം. ശരിക്കും ഫാളിൻ്റെ ആ ഒരു ടൈമിൽ ഇവിടെ എല്ലായിടവും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇലയെല്ലാം ഇങ്ങനെ പഴുത്ത് പല കളറിൽ നല്ല രസമാണ് വഴിയെല്ലാം കാണാൻ. പിന്നെ നല്ല ക്ലൈമറ്റുമാണ്. ചെറിയൊരു തണുപ്പും നല്ല വെയിലൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ സമയം 5:30 കൊണ്ടാണ്. പക്ഷെ അന്നേരം ഭയങ്കര വെയിലാണ്. അന്നേരം രാത്രി ആവാൻ ഒത്തിരി ലേറ്റ് ആവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് 3-3:30 ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ രാത്രിയാവും. അങ്ങനെയാണിപ്പോൾ. നല്ല തണുപ്പാണ്. ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നു, ഇവിടെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ടാൻജർ ഔട്ട്ലെറ്റ്സ്, ഇവിടെ നിന്നാണ് ഞങ്ങൾ വിൻ്റർ ജാക്കറ്റ് മേടിക്കാമെന്ന് കരുതിയിരിക്കുന്നത്. ഇതെന്താണ് ഇതെന്താ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ് ആണല്ലേ? അതന്നെ, ബ്രാൻഡഡ് ഔട്ട്ലെറ്റാണ്. നേരെ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ നേരെ പുറകിലാണ്. എല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞത്. ആരൊക്കെ ഉണ്ടെന്നറിയില്ല. ഒട്ടാവയിലാണ്. നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ എത്തി. ഇനി ഇവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് കേറുച്ചിൽ വന്ന് തന്നെ ഒരു ഫുഡ് കോർട്ടാണ് കാണുന്നത്. ഓ, ഇത്രയും സ്റ്റോറുണ്ട് ഇവിടെ. ഇത് എനിക്കറിയില്ല. കണ്ടു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വഴി നോക്കി പറയും. ഞങ്ങൾ ഇപ്പോൾ എവിടെയാണ് ബാത്ത് ആൻഡ് ബോഡി ക്രീം ആക്ച്വലി ഞങ്ങൾ വിൻ്റർ ജാക്കറ്റ് മേടിക്കാൻ വന്നാണ്. അതിന് ഫസ്റ്റ് കണ്ട കടയിൽ പോയി. ഇവിടെ എല്ലാം ട്രൈമി കൊടുത്തിട്ടുണ്ട്. അപ്പം ട്രൈമി എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ ട്രൈമി കൊടുത്തേക്കുന്നത് അല്ലേ? സ്മെല്ലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, കഴിഞ്ഞ അനു ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ. പോ പൊക്കോ. ബേബി 10 പൊടി വന്നു. വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ നോക്കിയേ. അതിൻ്റെ ഒരു ഭാഗം മിച്ചം വന്നു. അത് എവിടെ വെക്കണം എന്നറിയത്തില്ല. അത് നോക്കിയേ, ഇതേ നോക്കൂ, ഇതേ നോക്കൂ. ചേട്ടാ എനിക്ക് എന്നെ കൂടെ കാണട്ടെ. ഇതിങ്ങനെ ഒരുപാട് ഷോപ്സ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഓരോരുത്തർക്ക് കയറി ജസ്റ്റ് പ്രൈസൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അവസാനം എടുക്കാൻ വേണ്ടിയിട്ട് 9 മണി വരെയുള്ളൂ. അത് 9 ഇവിടെ ക്ലോസ് ചെയ്യും. സൺഡേ 6 PM വരെയുള്ളൂ. എല്ലായിടത്തും കയറി അത് നോക്കട്ടെ വില എന്നിട്ട് എടുക്കാം. ഇവിടെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ അത്യാവശ്യം ഓഫർ, അതിൻ്റെ ഔട്ട്ലെറ്റുകളാണ്.
അപ്പോൾ ഓഫറിൽ കിട്ടും നല്ല സാധനം. വിൻ്റർ ജാക്കറ്റൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. എന്തേ ഓ മൈ ഗാഡ്. അതെ അതെ, ലേശം വലുതായോ എന്നൊരു സംശയം. പക്ഷെ കൊള്ളാം. ഇവിടെ ഒരുപാടുണ്ടല്ലോ. ആകെ കൺഫ്യൂഷനായി. ചുമ്മാ എടുത്തിട്ടേ മേളിൽ കൂടെ ആളില്ല. അതങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സാധനം കൂടെ ഉണ്ടാക്കില്ല. ഇങ്ങനെ നല്ല നൈസായിരുന്നു സാധനം. ഒരു സിപ്പ് അകത്ത് ഒരു സിപ്പ് പുറത്ത്. അത് ടൈറ്റ് ചെയ്യുന്നില്ല അല്ലേ? പക്ഷെ നല്ല കംഫർട്ട് ആണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് വലിയ പ്രൈസിങ്ങും ഇല്ല. അത്യാവശ്യം നല്ല സാധനമാണ്. നമ്മൾ കട്ടി നോക്കിയാൽ മതി. ഇവിടെ താങ്ങുന്നത് അവിടെ എഴുതി വെച്ചേക്കുന്നൊക്കെ അങ്ങനെ പലതും പറയൂര്. അതെ, തുണിയത്. അപ്പോൾ അതേ ഞങ്ങൾ മാർഷൽസിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു ബാഗ് നിറയെ സാധനങ്ങളായി. 2 വിൻ്റർ ജാക്കറ്റ്, ഒരു ഫാൾ ജാക്കറ്റൊക്കെ ആയിട്ട് കിട്ടാൻ പോകുന്നുണ്ട്. അനു നടപ്പുണ്ട് വഴികാട്ടിയായിട്ട്. അങ്ങനെ 3.5 മണിക്കൂറിന് ശേഷം പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങളുടെ വിൻ്റർ ജാക്കറ്റ്, ഞങ്ങളുടെ എന്താ പറയുക ഉദ്ദേശമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ബാക്ക് ടു ഹോം.